ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 2022 ഐപാഡ് പ്രോ 11 ഇഞ്ച് M2 വെർഷനാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ബോക്സോടെ വന്നിട്ടുണ്ട്. നമുക്ക് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്കിവിടെ ആപ്പിൾ പെൻസിൽ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മുടെ ഐപാഡാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് ഐപാഡാണ് ഞാൻ അവിടെ വാങ്ങിച്ചിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ആദ്യത്തെ ഐപാഡ് എന്ന് പറയുന്നത് 6th ജനറേഷൻ ആയിരുന്നു. അപ്പോൾ ആ ഒരു ഐപാഡ് ഞാൻ വാങ്ങിയതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഡിജിറ്റലായിട്ട് പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരു ഐപാഡ് വാങ്ങിച്ചത്. പക്ഷേ ഒരു ഐപാഡ് വാങ്ങിച്ചപ്പോൾ ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ ഞാൻ ആപ്പിൾ പെൻസിൽ വാങ്ങിച്ചിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഡിജിറ്റലായിട്ടൊന്നും പഠിക്കാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് കുറച്ച് നാളത്തേക്ക് അത് ഗെയിമിങ്ങും കുറച്ച് വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം ഞാൻ ഒരു ഐപാഡ് സെയിൽ ചെയ്യാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഒരു വർഷത്തെ ഒരു റെസൊല്യൂഷനായിട്ട് ഞാൻ അവിടെ ഡിജിറ്റലായിട്ട് പഠിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു ഐപാഡ് ഞാൻ അവിടെ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ അവിടെ പെൻസിൽ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഐപാഡും ഈ ഒരു ആപ്പിൾ പെൻസിൽ ഞാൻ അവിടെ വാങ്ങിച്ചിരുന്നത് ആമസോണിൽ നിന്നാണ്. ഈ ഒരു ഐപാഡിൻ്റെ കറണ്ട് റേറ്റ് ആമസോണിൽ 2900 ദിർഹംസാണ്. ഈ ഒരു ആപ്പിൾ പെൻസിലിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 405 ദിർഹംസാണ് നമുക്കിപ്പം ആമസോണിൻ്റെ കറണ്ട് റേറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് ജനറേഷൻ ആപ്പിൾ പെൻസിലാണ്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് ഈ ബോക്സിനകത്തൊക്കെ എന്താണ് വരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അത് തന്നെ നമുക്ക് ഐപാഡ് തന്നെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ആളെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഐപാഡ് തന്നെ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനെ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണും ഐപാഡ് പ്രോ 11 ഇഞ്ച് 4th ജനറേഷനാണ് അവിടെ വാങ്ങിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റോറേജ് എന്ന് പറയുന്നത് 128 GB ആണ് നമ്മളിവിടെ വാങ്ങിച്ചിരിക്കുന്നത്. വൈഫൈ ഉള്ളി ഡിവൈസാണ് നമ്മളിവിടെ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ആപ്പിളിൻ്റെ ഓപ്പണിംഗ് എപ്പോഴും നമുക്കറിയാം, ജസ്റ്റ് വളരെ സ്മൂത്തായിട്ടൊരു ഓപ്പണിംഗ് ആയിരിക്കും നമുക്കിതിനകത്ത് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഡിവൈസ് തന്നെയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഡിവൈസ് ഒന്ന് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്കിവിടെ ചെറിയൊരു ബുക്ക് വരുന്നുണ്ട്. പിന്നെ അത് നമ്മുടെ ആപ്പിൾ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊരു സ്റ്റിക്കർ വരുന്നുണ്ട്, ആപ്പിൾ സ്റ്റിക്കർ വരുന്നുണ്ട്. ഐപാഡ് പ്രോ എന്നൊക്കെ ഒരു ലേബിൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. പിന്നെ നമുക്കൊരു ചാർജിങ് ബ്രിക്ക് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു ലേറ്റസ്റ്റ് ആയിട്ടൊരു ഐഫോൺ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു ചാർജിങ്ങിൻ്റെ ബ്രിക്ക് നമുക്ക് വാങ്ങിക്കേണ്ട കാര്യമില്ല. ഐപാഡിൻ്റെ കൂടെ വരുന്നതുകൊണ്ട് നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് കേബിൾ വരുന്നുണ്ട്. ഈ കേബിൾ എന്ന് പറയുന്നത് ബ്രൈഡഡ് കേബിളാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ബ്രൈഡഡ് കേബിളാണ് വരുന്നത്. കുറച്ച് ക്വാളിറ്റി കൂടി തന്നെ ഹെവി ഡ്യൂട്ടി ടാസ്കിനൊക്കെ നമുക്ക് ഈ ഒരു ബ്രൈഡഡ് കേബിൾ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ബോക്സിനകത്ത് നമുക്ക് വേറെ ഒന്നും വരുന്നില്ല. ജസ്റ്റ് ബോക്സ് മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ ഐപാഡ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഐപാഡ് എന്ന് പറയുന്നത്. നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് സ്പേസ് ഗ്രേ വെർഷനാണ് ഞാൻ അവിടെ വാങ്ങിച്ചിരിക്കുന്നത്. അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേ തന്നെയാണ് നമുക്കിതിനകത്ത് വരുന്നത്. ഇവിടെ മുകളിലായിട്ട് അതിൻ്റെ സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഫേസ് ഐഡിയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് മുകളിൽ നോക്കാം. മുകളിൽ നോക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ 2 സ്പീക്കർ ഗ്രില്ല് വരുന്നുണ്ട്, 2 മൈക്ക് വരുന്നുണ്ട്. സൈഡിലേക്ക് വന്നാൽ നമുക്കിവിടെ വേറെ മൈക്ക് കിട്ടുന്നുണ്ട്, വേറെ ഒന്നും ഇതിനകത്ത് വരുന്നില്ല. താഴെ വന്നാൽ നമുക്കിവിടെ 2 സ്പീക്കർ ഗ്രില്ല് വരുന്നുണ്ട്, ഒരു ടൈപ്പ് സി പോർട്ട് വരുന്നുണ്ട്. ഇവിടെ വന്നാൽ നമുക്കിവിടെ കാണാൻ നമുക്ക് ഐപാഡിൻ്റെ നമ്മുടെ ആപ്പിൾ പെൻസിലിനുള്ള ഒരു സ്ലോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആപ്പിൾ പെൻസിൽ ചാർജിങ്ങിനുള്ള ഒരു സ്ലോട്ടാണ് ഇത് വരുന്നത്. ഇവിടെ 2 വോളിയം അപ്പ് ഡൗൺ വരുന്നുണ്ട്. മുകളിലായിട്ടാണ് നമുക്ക് പവർ ബട്ടൺ വരുന്നത്. അപ്പോൾ ബാക്കിലേക്ക് വന്നാൽ നമുക്കിവിടെ 2 ക്യാമറാസ് വരുന്നുണ്ട്. ഒന്ന് 12 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ക്യാമറയാണ് നമുക്ക് വരുന്നത്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ 10 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറയാണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ ലൈഡാർ സെൻസർ വരുന്നുണ്ട്, ഒരു ഫ്ലാഷ് ലൈറ്റ് വരുന്നുണ്ട്, അതിൻ്റെ ഒരു മൈക്കും നമുക്കിവിടെ വരുന്നുണ്ട്. ഇത് നമുക്കിവിടെ നോർമലായിട്ട് വരുന്ന ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കാണാൻ നമുക്ക് ഐപാഡ് പ്രോ എന്ന് കൂടെ എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്ക് തൊട്ട് താഴെയായിട്ട് ഇവിടെ നമ്മുടെ ആപ്പിൾ മാജിക് കീബോർഡൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ ഒരു മാഗ്നറ്റിക് പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചാണ് നമ്മുടെ ആപ്പിൾ കീബോർഡും കാര്യങ്ങളൊക്കെ അതിനകത്ത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ഒരു പോർട്ടാണിത്. നമുക്ക് ഈ ഡിവൈസ് ഒന്ന് ചാർജ് ചെയ്തിട്ട് ഇതിനകത്ത് വേറെ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ഡിവൈസ് ഇവിടെ ഓൺ ആയിട്ടുണ്ട്.
അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് നമുക്കൊരു സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കണം. അപ്പോൾ ഞാൻ ഒരു മാറ്റ് സ്ക്രീൻ ഗാർഡ് ഉടനെ തന്നെ ഓർഡർ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ഇൻസ്റ്റലേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഡിവൈസ് ഇവിടെ ഓൺ ആയിട്ടുണ്ട്. നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അവിടെ ആദ്യം തന്നെ നമുക്ക് ലാംഗ്വേജ് കൊടുക്കാം. കൺട്രി ചോദിക്കുന്നതാണ്. നമ്മളിപ്പം കറൻ്റ് ഉള്ളത് UAE-ലാണ്. നേരെ താഴെ വന്നിട്ട് നമുക്കിവിടെ UAE സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് കൂടെ വരുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് സെറ്റപ്പ് മാനുവൽ കൊടുക്കാം. നമ്മൾ നോർമൽ ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാം. അടുത്തത് നമ്മുടെ ഒരു വൈഫൈയിലേക്ക് കണക്ട് ചെയ്യാനാണ് ചോദിക്കുന്നത്. വെച്ചാൽ നമ്മുടെ വൈഫൈയിലേക്ക് ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡിവൈസിൽ നമ്മളിവിടെ വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത സ്ക്രീനിലേക്ക് പോകുന്നതായിരിക്കും. അത് ഇവിടെ ഒന്ന് വെച്ചിട്ട് സെറ്റപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡേറ്റ ആൻഡ് പ്രൈവസിയോട് ചോദിക്കുന്നതായിരിക്കും. ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. ഫേസ് ID സെറ്റ് ചെയ്യാൻ ചോദിക്കുന്നതായിരിക്കും. ജസ്റ്റ് ഫേസ് ID നമ്മൾ പിന്നീട് സെറ്റ് ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് സെറ്റപ്പ് ലെറ്റർ കൊടുക്കുക. ഒരു പാസ്വേഡ് എൻ്റർ ചെയ്യാൻ ചോദിക്കുന്നതായിരിക്കും. ജസ്റ്റ് ഞാൻ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്യുന്നുണ്ട്. ഇതെൻ്റെ പാസ്വേഡ് അല്ല, ഞാൻ പിന്നീട് ഈ പാസ്വേഡ് മാറ്റുന്നതായിരിക്കും. യൂസ് എനിവേ എടുക്കാം. പാസ്വേഡ് ഒന്ന് രജിസ്റ്റർ ആകാൻ സമയം കൊടുക്കുക. അപ്പോൾ ഇതിവിടെ കണ്ട് നമുക്ക് ഏതെങ്കിലും ആപ്പ് ഡേറ്റ ഇതിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് ഡോൺ ട്രാൻസ്ഫർ ഡേറ്റ കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ആപ്പിൾ ID നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ആപ്പിൾ ID ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് അത് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ഇപ്പോൾ ജസ്റ്റ് എൻ്റെ ആപ്പിൾ ID എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ iCloud നമ്മളിവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്കിവിടെ കണ്ട് നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ചോദിക്കുന്നത് ജസ്റ്റ് എഗ്രി കൊടുക്കുക. ഇവിടെ കൊടുക്കുക. നമ്മുടെ iPad ഇവിടെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ലോഗിൻ സ്ക്രീൻ വരുന്നതായിരിക്കും. അതുവരെ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോഴാണ് നമ്മുടെ മാക്ബുക്കിൻ്റെ ഒരു പാസ്വേഡ് ചോദിക്കുന്നത്. ഇപ്പോൾ ഇതാണ് ആപ്പിൾ ഡിവൈസസിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പുതിയൊരു ഡിവൈസ് നമ്മുടെ IDയിലേക്ക് ലോഗിൻ ആവുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വളരെ നല്ല സെക്യൂരിറ്റിയാണ് ലഭിക്കുന്നത്. അതായത് നമുക്ക് ഇപ്പം ഒരു ഐഫോണോ മാക്ബുക്കോ എല്ലാം ഉണ്ടെങ്കിൽ അതിനകത്തെല്ലാം നമുക്ക് ഓരോരോ കോഡ്സ് വരുന്നതായിരിക്കും. അതൊക്കെ യൂസ് ചെയ്തെങ്കിൽ നമുക്ക് ഈ ഒരു ഡിവൈസ് നമ്മുടെ IDയിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ എൻ്റെ മാക്ബുക്ക് പ്രോൻ്റെ ഒരു പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യട്ടെ. ഞാൻ എൻ്റെ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് നമുക്ക് ആപ്സ് ഡേറ്റയെല്ലാം നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. സെറ്റിങ്സ് കാര്യങ്ങൾ, ആപ്പിൾ വാലറ്റ്. എനിക്ക് അതേ കണക്ക് തന്നെ എൻ്റെ ഡിവൈസ് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ ഐഫോണുള്ള അതേ കാര്യങ്ങൾ തന്നെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കാം. അപ്പോൾ വന്നിട്ട് എൻ്റെ ഡാർക്ക് മോഡ് കൂടെ വന്നിട്ടുണ്ട്. എൻ്റെ ഐഫോണിലുള്ള അതേ സെറ്റിങ്സ് തന്നെ എനിക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കാർഡ് കൂടെ ആഡ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആഡ് ലേറ്റർ കൊടുക്കുകയാണ്. ഇപ്പോൾ കാർഡ് ഞാൻ ഇപ്പോൾ ആഡ് ചെയ്യുന്നില്ല, പിന്നീട് ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ആഡ് ലേറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേണ്ടി കീപ്പ് എവറിത്തിങ് സേഫ്. നമുക്ക് iCloudൻ്റെ ഒരു സ്റ്റോറേജാണ് കാണിക്കുന്നത്. എൻ്റെ iCloud ഡേറ്റ ഓൾറെഡി ഫുള്ളാണ്. അപ്പോൾ അതുകൊണ്ട് കാണിക്കുന്നത് iCloud നിങ്ങൾക്ക് വാങ്ങിക്കണമെന്ന് ചോദിക്കുന്നത് ജസ്റ്റ് നോട്ട് നൗ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇംപ്രൂവ് സിറിയൻ ഡിക്റ്റേഷൻ ചോദിക്കുന്നത് നോട്ട് നൗ കൊടുക്കുന്നുണ്ട്. നമ്മുടെ iPad ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുത്താൽ നമ്മുടെ iPad ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ iPad ഇനിഷ്യൽ സെറ്റപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ iPad ഇവിടെ നമ്മൾ സെറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് സെറ്റിങ്സിൽ പോകാം. ഇവിടെ കണ്ട് എനിക്ക് എൻ്റെ ഡാർക്ക് മോഡ് എല്ലാം തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഐഫോണിൽ യൂസ് ചെയ്യുന്ന അതേ സെറ്റിങ്സ് തന്നെ എനിക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്തെങ്കിലും ഉണ്ടോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്തായാലും കാണും. ഇവിടെ കണ്ട് 1.79 GB ഒരു അപ്ഡേറ്റ് ഇവിടെ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇനിഷ്യൽ സെറ്റപ്പ് മാത്രമാണ് ചെയ്യുന്നത്. പിന്നീട് ഞാൻ എൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ട് റിവ്യൂ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യം തന്നെ കാണുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പോൾ ജസ്റ്റ് എബോട്ട് ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ കണ്ട് നമുക്ക് iPad Pro 11" 4th ജനറേഷൻ 16.3.1 ആണ് നമ്മുടെ കറൻറ്റ് iOS വേർഷൻ എന്ന് പറയുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ 120 GB സ്റ്റോറേജ് വെർഷനാണ് ഞാൻ അവിടെ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു iPadൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. അടുത്തിട്ട് നമുക്ക് ജസ്റ്റ് നമ്മുടെ ആപ്പിൾ പെൻസിൽ ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആപ്പിൾ പെൻസിൽ എന്ന് പറയുന്നത് ഇതിനകത്ത് എന്താണ് വരുന്നത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത് പ്രത്യേകിച്ചൊന്നുമില്ല, കുറേ ബുക്കും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. ഇതിലാണ് നമ്മുടെ പെൻസിൽ വരുന്നത്. പെൻസിൽ എടുക്കാൻ തന്നെ പ്രത്യേകം സാധനങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ആപ്പിൾ പെൻസിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് നമുക്കിതിനകത്ത്. ഇതും ഒരു പ്രൊട്ടക്ഷൻ കവറിൽ തന്നെയാണ് വരുന്നത്. ഓക്കെ, എന്നിട്ടും ആപ്പിൾ പെൻസിലിനോട് എഴുതിയിട്ടുണ്ട്.
ആപ്പിൾ പെൻസിൽ എന്നുണ്ട്. സെക്കൻഡ് ജനറേഷൻ ആപ്പിൾ പെൻസിലാണത്. പിന്നെ ചാർജ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഈ ഒരു ഏരിയയിലാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഇത് വരുന്നത്. അപ്പോൾ ആപ്പിൾ പെൻസിലിൻ്റെ ഒരു ഇനിഷ്യൽ സെറ്റപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അവിടെ കണ്ട് നമുക്ക് ആപ്പിൾ പെൻസിൽ കണക്റ്റഡ് ആയിട്ടുണ്ട്. വെൽക്കം ടു ആപ്പിൾ പെൻസിൽ വന്നിട്ടുണ്ട്. ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കാം. അപ്പോൾ ട്രൈ സ്ക്രിബിൾ എന്നൂടെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് എഴുതി കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കണക്റ്റ് ആവുന്നതായിരിക്കും. കണ്ടിന്യൂ കൊടുക്കാം. ഡബിൾ ടാപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള നമ്മുടെ ഒരു ജസ്റ്റ് ബേസിക് ആയിട്ടുള്ളൊരു ആപ്പിൾ പെൻസിലിൻ്റെ ഒരു സെറ്റപ്പാണ് നമുക്കിവിടെ കാണിക്കുന്നത്. ഡബിൾ ടാപ്പ് ചെയ്ത് നമുക്ക് പെൻസ് സ്വിച്ച് ചെയ്യാനാണ് കാണിക്കുന്നത്. പിന്നെ സെറ്റിംഗ് മുന്നോട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആപ്പിൾ പെൻസിൽ നമുക്കിവിടെ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെന്നിൻ്റെ സൈസസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അവിടെ കൊടുത്തിരുന്നത് ജസ്റ്റ് ഡൺ കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ആപ്പിൾ പെൻസിലിൻ്റെ ഒരു മെയിൻ യൂസ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഐക്കണിൻ്റെ പുറത്തേക്ക് കൊണ്ടു ചെല്ലുമ്പോൾ തന്നെ നമുക്കിവിടെ കണ്ട് നമുക്ക് ആ ഒരു ഐക്കൺ വലുതാവെന്ന് കാണാൻ പറ്റുന്നുണ്ട്. വളരെ സ്മൂത്തായിട്ടുള്ളൊരു പെർഫോമൻസാണ് നമുക്ക് ഈ ഒരു ആപ്പിൾ പെൻസിൽ തരുന്നത്. അപ്പോൾ ഇവിടെ കണ്ട് നമുക്ക് വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. പെട്ടെന്നൊന്നും ഊരിയൊന്നും പോകത്തില്ല. നമുക്ക് ഇതിനകത്തുനിന്ന് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റാണ് നമുക്കിത് തരുന്നത്. ചാർജ് ആവുന്ന പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ആപ്പിൾ പെൻസിൽ ചാർജ് ആവുന്നത് നമുക്കിവിടെ കാണാം. നമ്മുടെ ഈ ഒരു ഐപാഡിൽ കണക്ട് ചെയ്താണ് നമ്മുടെ ഈ ഒരു ആപ്പിൾ പെൻസിൽ നമ്മൾ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു അൺബോക്സിങ് വീഡിയോയിൽ പറയാനുള്ളത്. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ മെയിനായിട്ട് ഇത് വാങ്ങിച്ചിരിക്കുന്നത് ഡിജിറ്റൽ ആർട്ടിന് വേണ്ടിയാണ്. അപ്പോൾ ഡിജിറ്റൽ ആർട്ടിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചാനൽ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടി നമ്മുടെ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് കൂടുതലായി ജസ്റ്റ് ഒന്ന് ഷെയർ കൊണ്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. സീ യു.